ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഷോയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഇപ്പോഴും തുടരുകയാണ്. അനുമോൾ ജയിച്ചത് പിആറിന്റെ പിന്തുണ കൊണ്ടാണ് എന്ന് പറയുന്നവരുമുണ്ട്. അതിനിടയിലാണ് ഒരു പരിപാടിയിൽ അനീഷും അനുമോളും ഒന്നിച്ച് പങ്കെടുത്തത്. അനുമോളും നടി പ്രിയങ്കയും ചേർന്നാണ് അനീഷിന് ഒരു പുരസ്കാരം നൽകിയത്. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത് എന്ന് അനീഷ് എഴുതിയതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് തന്റെ സഹമത്സരാർത്ഥി എന്നോ വിജയിച്ച വിന്നർ എന്നോ അനീഷ് പറഞ്ഞില്ല? അസൂയക്ക് ഒട്ടും കുറവില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാണ് വിമർശനങ്ങൾ വരുന്നത്. ഇതിന്റെ പേരിൽ അനുമോളെയും വിമർശിക്കുന്നവരുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അനുമോൾ ചില ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ പങ്കുവച്ചിരിക്കുന്നത്. പോയി പണി നോക്കടോ എന്നതുൾപ്പെടെയുള്ള സ്റ്റോറികൾ ഇതിനോടകം വൈറലായിരിക്കുകയാണ്. വിജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥകൾ പിടിച്ചു നിൽക്കും. ഒരാളുടെ മൂല്യം കുറച്ചെഴുതാം, പക്ഷേ ആളുകളുടെ സ്നേഹം കുറച്ചെഴുതാൻ ആർക്കും കഴിയില്ല എന്ന് അനുമോൾ പറയുകയാണ്. നമ്മളെ ചെറുതാക്കി കാണിക്കാൻ ചിലർ ശ്രമിക്കും, പക്ഷേ സത്യമായ വാക്കുകൾ ഒരാളുടെ വാക്കുകളിലല്ല, ആളുകളുടെ മനസ്സിലാണ് തെളിയുന്നത്. എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷേ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരാലും കഴിയില്ല. വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ട്രോഫി, കാർ, പ്രൈസ് മണി, അതിലും വലിയ ജനങ്ങളുടെ സ്നേഹം. ഞാൻ എന്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 4 മാസങ്ങളായി. ഞാൻ മുന്നോട്ട് പോയി. ചിലർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. PR കൊണ്ടല്ല, 16 ലക്ഷം ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഞാൻ ജയിച്ചത്. പോയി പണി നോക്കട എന്നാണ് അനുവിന്റെ പോസ്റ്റ്. കൂടോത്രം ചെയ്താണ് വിജയിച്ചത് എന്ന് പറയുന്നവരോട് ഒരു മുട്ട എടുക്കട്ടെ എന്നും അനുമോൾ ചോദിക്കുന്നുണ്ട്.